ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഒരു സിനിമ കാണാനാണ്. സിനിമയുടെ പേര് ബബ്ബബ്ബ. അപ്പോൾ ഈ സിനിമ കാണുന്നതിനോട് താല്പര്യമില്ലാത്തവരും കാണും. നമ്മൾ വേറൊന്നും വിചാരിക്കേണ്ട, എത്രയോ പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം ഒരാളെ മാത്രം വിചാരിച്ചുകൊണ്ട് ആ സിനിമ കാണാതിരുന്നാൽ എത്രയോ പേർക്കുണ്ടാവുന്ന ഒരു നഷ്ടമായിരിക്കും. എൻ്റെ അഭിപ്രായമാണേ ഞാൻ പറഞ്ഞത്. ആർക്കും യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കാണാൻ പോകുന്നത്. അമ്മയും പപ്പയും ലച്ചുവും കൂടെ ഓട്ടോയിൽ വന്നു. ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത് നൂറിനാട്ടെ സ്വാതി തിയേറ്ററിലാണ്. വൈകുന്നേരം 6:30യുടെ ഷോ ആണ്. അപ്പം ഞങ്ങൾ തിയേറ്ററിന് അടുത്തുള്ള ഒരു വീട്ടിലാണ് ഓട്ടോ പാർക്ക് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ തിയേറ്ററിലോട്ട് നടന്നാണ് പോയത്. ഇതാണ് ഞങ്ങളുടെ തിയേറ്റർ, സ്വാതി തിയേറ്റർ. ഞങ്ങൾ അകത്ത് ചെന്നപ്പോൾ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ചെന്നത്. ഞങ്ങൾ ചെന്നപ്പം എല്ലാവരെയും അകത്തോട്ട് കയറ്റുമായിരുന്നു. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് മൊബൈലിലെ ടിക്കറ്റ് കാണിച്ചാണ് അകത്തേക്ക് ഞങ്ങൾ കയറിയത്. ഞങ്ങളുടെ ഈ സ്വാതി തിയേറ്ററിന്റെ പഴയ പേര് ജനത എന്നായിരുന്നു. ജനത പുതുക്കി പണിഞ്ഞാണ് സ്വാതി ആയത്. അതുപോലെ തന്നെ പണ്ട് ജനതയുടെ ഓപ്പോസിറ്റ് ദർശന എന്ന് പറയുന്ന മറ്റൊരു തിയേറ്ററും ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ അങ്ങനെ ഒരു തിയേറ്റർ ഇല്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ കാണിച്ച് അകത്തേക്ക് കയറി. ഫിലിം തുടങ്ങിയിട്ടില്ലായിരുന്നു, എന്നാലും അകത്ത് കയറുന്ന സമയമായിരുന്നു. ഫിലിമിന്റെ റിവ്യൂ പറയാനൊന്നും എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് കഥയൊന്നും ഇതിനകത്തില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് പക്ഷെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതിനകത്ത് കുറെ മാസ് ഐറ്റംസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു 8:30 8:45 ആയി. ഫിലിം കഴിഞ്ഞു. ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. ഞങ്ങൾ തിരക്കൊക്കെ ഒഴിഞ്ഞു വളരെ പെതുക്കെയാണ് വെളിയിലോട്ട് ഇറങ്ങിയത്. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങിയത്. അതാ ഒരുപാട് ആൾക്കാരെ കാണാത്തത്. നല്ല തിരക്കുണ്ടായിരുന്നു സിനിമയ്ക്ക്. ഞങ്ങളൊരു 7 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് രാത്രിയിലത്തെ ഫുഡ് കഴിക്കും. അപ്പൊ ഇന്ന് 8:45 ആയപ്പോഴേക്കും എല്ലാവർക്കും വിശന്ന്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു റെസ്റ്റോറന്റ്, ത്രിവേണി എന്ന് പറയും. അപ്പൊ ആ ഹോട്ടലിലോട്ട് ഞങ്ങൾ കയറി. അപ്പൊ എല്ലാരും കൈയൊക്കെ കഴുകി കഴിക്കാനായിട്ട് ടേബിളിൽ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഇവിടെ ലൈവായിട്ടാണ് ഫുഡ് കിട്ടുന്നത്. അത് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അവരത് ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരിക. അപ്പൊ അതനുസരിച്ച് കുറച്ച് ലേറ്റ് ആവും ഫുഡ് കിട്ടാനായിട്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. ഒന്നാമതേ തിയേറ്ററിൽ AC ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഹോട്ടലിൽ വന്നപ്പം അവിടെയും AC ആയിരുന്നു. അപ്പം അങ്ങനെ നന്നായിട്ട് തണുത്ത് വിറച്ചിരിക്കുക. അപ്പം ഞങ്ങൾ നൂൽ പൊറോട്ട, വീറ്റ് പൊറോട്ട, ചീസ് നാന്, ബട്ടർ നാന്, അതിൻ്റെ കൂട്ടത്തിൽ ചില്ലി ചിക്കൻ, അന്നത്തെ സ്പെഷ്യലായ കാന്താരി ചിക്കൻ, ബീഫ് ഡ്രൈ ഫ്രൈ, ഇത്രയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വീറ്റ് പൊറോട്ടയാണ്. ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല ഫുഡായിരുന്നു. ലൈവായിട്ടായതുകൊണ്ട് നമുക്ക് ചൂടോടെ കഴിക്കാനും പറ്റി. കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫ്ലേവേർഡ് ലെമൺ ജ്യൂസും കുടിച്ചതിന് ശേഷം ഞങ്ങളുടെ ഡിന്നർ അവസാനിപ്പിച്ചു. ഞങ്ങൾ വാങ്ങിച്ച ഫ്ലേവർ എന്ന് വെച്ചാൽ പൈനാപ്പിൾ ലൈം, ഗ്രേപ്പ് ലൈം, ഫ്രഷ് ലൈം. കുടിച്ചപ്പോൾ കളർ വ്യത്യാസം മാത്രമേ തോന്നിയുള്ളൂ. എല്ലാം ഫ്രഷ് ലൈമിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 10 10:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.